മത്തി ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് പീര വയ്ക്കാനാട്ടോ. അത് ചാളയായാലും മത്തിയായാലും കുഞ്ഞനാണെങ്കിലും പീര വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്നിപ്പോൾ വറുക്കുകയാണ് ചെയ്യുന്നത്. സാമ്പാർ വെച്ചു. സാമ്പാറിന് കോമ്പിനേഷൻ വറുക്കുന്നതല്ലേ, അതുകൊണ്ട് പിന്നെ വറുക്കാമെന്ന് കരുതി. അതിന് പകുതി ആക്കാമെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടില്ല കേട്ടോ. കുഞ്ഞനായതുകൊണ്ട് തന്നെ നമ്മുടെ നെത്തോലി പോലെ വറുത്തെടുക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് വറുത്ത് വരുമ്പോൾ അത് ചുരുങ്ങിപ്പോവും കേട്ടോ. അപ്പോൾ പിന്നെ പീരയും വറുക്കാനും രണ്ടിനും കൂടെ പറ്റത്തില്ല. അതുകൊണ്ട് വറുക്കാനെടുത്തു. പക്ഷേ പീര വയ്ക്കണം നല്ല ഉടങ്കല്ലി മുളകും, ആഹാ, നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ഇട്ട് പീര വയ്ക്കണം. ആഹാ, എന്താ സ്വാദെന്നറിയോ. ഹാഹാ, കൊതി വരുന്നുണ്ടോ? എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട്. നമുക്കൊരു ദിവസം പൊതിച്ചോറ് വീഡിയോ ചെയ്യാം കേട്ടോ. അതിൽ പീരയും മീൻ വറുത്തതും ഒക്കെ വെച്ച് ചെയ്യാവേ. ഇതിന് മുന്നേ ഞാനൊരു പൊതിച്ചോറ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് നാൾ മുന്നേ കേട്ടോ. നമുക്കിനി ഒരെണ്ണം ചെയ്യണം. പിന്നെ പഴങ്കഞ്ഞി കുടിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യാമല്ലേ. വായിക്കൂടെ വെള്ളം വരുന്നതൊക്കെ ഓർക്കുമ്പോൾ കേട്ടോ. ഞാൻ ഒന്ന് വെട്ടുകാട് ചർച്ച വരെ വന്നതാണ്. നമ്മുടെ സ്ഥിരം വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്നിപ്പോൾ വന്ന് ഒന്ന് വിശ്വപ്പച്ചനെയൊക്കെ കണ്ടിട്ട് പോവാം കേട്ടോ. എൻ്റെ അമ്മ, വെയിലെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഇത് എവിടെ നിന്ന് വന്ന വെയിലാണെന്ന് അറിയില്ല കേട്ടോ. ചൂടും വെയിലും ഒക്കെ ആയിട്ട് സ്കൂട്ടറും എടുത്തുകൊണ്ടാണ് പോയത് കേട്ടോ. എത്ര കാറ് കിടന്നാലും സ്കൂട്ടറിൽ പോകുമ്പോൾ കിട്ടുന്ന സുഖം അതൊന്ന് വേറെയാണ്, വൈബാണെന്നൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ട് പോകും. ആ വെയിലങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ അമ്മ, തലയ്ക്കെല്ലാം ഒരു ഭ്രാന്ത് വരും കേട്ടോ. പക്ഷെ കുറച്ച് എവിടെയെങ്കിലും ഒരു തണൽ കിട്ടുമ്പോൾ എന്താ ഒരു ആശ്വാസം എന്നറിയോ. അപ്പോൾ വെയിൽ കൊണ്ട് കരിഞ്ഞ ഞാൻ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് അവിടെ ഒരു കടയിൽ നിർത്തിയപ്പോഴേക്കും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആൻറ്റിമാരാണെന്ന് തോന്നുന്നു. നമ്മുടെ വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ അമ്പലത്തിൽ പത്മനാഭസ്വാമി ടെമ്പിളിൽ വന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വെയിൽ കൊണ്ട് കരിഞ്ഞ് വീടെത്തിയപ്പോഴേക്കും അതാ വരുന്നു മഴ. ഒരു ഭീകര മഴ കേട്ടോ. അടിപൊളി മഴ. നെട്ടയത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ മഴയൊന്നും ഇല്ലാന്ന് കേട്ടോ. പക്ഷേ നമ്മുടെ ഇവിടെ അടിപൊളി മഴ. ഈ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിലും ചൂടുമായിരുന്നു. ആ ചൂടൊന്ന് പിന്നീടാ മനസ്സിലായിട്ടോ. എന്നിട്ടോ മഴ പെയ്തിട്ട് ഡബിളായി ചൂട്. ചൂടെന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പറ്റാത്ത ചൂട്. ആ വേദ പതിവിലായിട്ട് ചോദിക്കുകയും ചെയ്ത്, എന്താ അമ്മ ഇന്നത്തെ ദിവസം ഇത്രയും ചൂടെന്ന്. അത്രയ്ക്ക് ചൂടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുന്നിൽ പോയിട്ട് ഒരാവശ്യമില്ലാത്ത കുറേ ചവറ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച കേട്ടോ. എന്തിനാണ് വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചാൽ തിന്നാൻ വേണ്ടി തന്നെയാണ് വാങ്ങിക്കുന്നത്. ഇതൊന്നും വാങ്ങിക്കണ്ടെന്ന് വെച്ചാലും വീണ്ടും ചെന്ന് വാങ്ങിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കൂട്ടുകയാണ്. ലുലുവിൽ പോകാനായിട്ട് 2-3 ദിവസമായിട്ട് ഏട്ടനെ വിളിക്കാൻ, ഏട്ടൻ വരുന്നില്ല. അതുകൊണ്ട് പിന്നെ കരുതി കുന്നിൽ കയറി ഒന്ന് അരിച്ച് പറക്കാമെന്ന് കരുതി. അങ്ങനെ കുന്നിൽ വന്ന് ഓരോ സാധനങ്ങളും നുള്ളി പറക്കുകയാണ്. ഇനിയിപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ ലുലുവിൽ തന്നെ പോകണമെന്നില്ല. ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. എങ്കിലും ലുലുവിൽ ചെന്ന് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ അത് വേറൊരു സുഖമാണ് കേട്ടോ. അതുകൊണ്ടാണ് ലുലുവിൽ പോവാട്ടാന്ന് വിളിച്ചിട്ട് ഏട്ടൻ വന്നില്ല. എന്തായാലും ഞാൻ എൻ്റെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. എന്തായാലും ലുലുവിൽ വരുന്ന ബില്ലൊന്നും ഇവിടെ വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട്.